ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവസാനം എല്ലാ പ്രശ്നങ്ങൾക്കും ഒടുവിൽ അലീന തന്നെ ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. ആ തീരുമാനം അലീന ബാലനെ അറിയിക്കും. അച്ഛാ, എന്താ മോളെ? അല്ല, ഞാനിവിടെ വന്നത് മുതൽ അച്ഛനും അമ്മയും തമ്മിൽ എന്നും പ്രശ്നമാണ്. ഞാൻ വന്നതിൽ പിന്നെയാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരർത്ഥവും ഇല്ല അച്ഛാ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഓഹോ, അപ്പോൾ നീ സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പഠിച്ചു അല്ലേ? നീ കഴിഞ്ഞതൊക്കെ മറന്നോ? എൻ്റെ അനുവാദമില്ലാതെ ഇവിടെ നിന്ന് പോവുകയല്ലാന്ന് നീ എനിക്ക് വാക്ക് തന്നതല്ലേ? എന്നിട്ട് അത് തെറ്റിക്കാനുള്ള പുറപ്പാടിലാണോ നീ? എന്തായാലും നീ ഇവിടുന്ന് പോയാൽ ആ നിമിഷം തന്നെ ഞാൻ വൈജയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. അന്ന് തീരും വൈജയും ബാലേന്ദ്രനും തമ്മിലുള്ള ഭാര്യ ഭർത്തൃ ബന്ധം. നിനക്കതാണ് ആവശ്യമെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പോകാം മോളെ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ലച്ചാ, എൻ്റെ തീരുമാനത്തിൽ ഇനിയൊരു മാറ്റമില്ല. അച്ഛനമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞു. ഞാൻ ഇനിയും ഇവിടെ നിന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിൽ കൊണ്ടെത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് അച്ഛൻ എന്നെ പോകാൻ അനുവദിക്കണം. നിന്റെ തീരുമാനം അതാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ മോളെ. ഇത്രയും ദിവസം നിന്റെ കൂടെ നിന്ന് എനിക്ക് ഇത് തന്നെ കിട്ടണം. നീ ഒരു കാര്യം മാത്രം മറക്കരുത്, വൈജയിൽ നിന്ന് നിന്റെ അമ്മ, ആ പിഴിച്ചവൾ, അവള് എന്നെ മാത്രമല്ല ചതിച്ചത്, നിന്നെയും കൂടെയാണ്. നീ ഇത്രയും കാലം അനാഥയായിട്ട് ജീവിക്കാനുള്ള കാരണം അവളാണ്. അതുപോലെ 10-22 വർഷക്കാലം എന്നെയും പറ്റിച്ച് അവൾ ഇതെന്നിൽ നിന്നെല്ലാം മറച്ചു വെച്ച് എന്നെയും ഒരു വിഡ്ഢിയാക്കുമായിരുന്നു. അപ്പോൾ അലീന പറയും, അച്ഛാ, അമ്മ ഒരിക്കലും ഇത് മനഃപൂർവ്വം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ മനഃപൂർവ്വം എന്നെ ഒഴിവാക്കിയതല്ല. മുത്തശ്ശനും അമ്മമാരും ചേർന്ന് എന്നെ ഒരു അനാഥാലയത്തിലാക്കിയതായിരുന്നു, അതും അമ്മയെ അറിയാതെ. എന്നിട്ട് അമ്മയോടവർ പറഞ്ഞത് ആ കുഞ്ഞ് മരിച്ചു പോയെന്നാ. ഓഹോ, അപ്പോൾ നിന്റെ കാര്യത്തിൽ അവൾ നല്ലവള്, പരിശുദ്ധയായ സ്ത്രീ അല്ലേ മോളെ? എന്നാൽ ഒരു കാര്യം നിന്നോട് ഞാൻ ചോദിച്ചോട്ടെ, അവൾ നിന്നെ ചതിച്ചിട്ടില്ലേ എന്നല്ലേ നീ പറയുന്നത്? പക്ഷേ അവൾ എന്നോട് ചെയ്തത് അങ്ങനെ വല്ലതുമാണോ? എന്നെ ചതിച്ചില്ലേ? 10-22 കൊല്ലത്തോളം ഞാൻ അവളുടെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും അവൾ എന്നോട് ഈ കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടേയില്ല. അവൾ ഒരിക്കൽ പോലും ഒരുത്തൻ്റെ കൂടെ അഴിഞ്ഞാടി നടന്നും അതിൽ അവൾക്കൊരു കുഞ്ഞുണ്ടായ കഥയും എന്നോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇത്രയും കാലം എന്നെ ഒരു വെട്ടിയാക്കുമല്ലായിരുന്നോ? ഇനി ഞാൻ ഒരു പൊട്ടനെ പോലെ അവളുടെ മുന്നിൽ നിന്നു കൊടുക്കണമെന്നാണോ മോളെ നീ പറയുന്നേ? എന്നൊക്കെ ചോദിക്കുകയാണ് ബാലേന്ദ്രൻ. ഈ സമയത്ത് എന്ത് പറയണമെന്നറിയാതെ ആകപ്പാടെ അലീന നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ്. അലീന എന്നിട്ട് ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛൻ്റെ ഇഷ്ടം പോലെ ചെയ്തു. അമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞു. അച്ഛൻ്റെ വിഷമമൊക്കെ എനിക്ക് എന്താണെന്ന് മനസ്സിലാവും. ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ ഇവിടെ ദിവസം ചെല്ലുന്നോറും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ട് വരികയുള്ളൂ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അച്ഛൻ എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. എന്തായാലും നാളെ രാവിലെ ഞാൻ ഇവിടെ നിന്ന് പോകും എന്നും പറഞ്ഞ് അലീന ബാലേന്ദ്രൻ്റെ റൂമിൽ നിന്ന് പോവുകയാണ്. ബാലേന്ദ്രനാണെങ്കിൽ ആകപ്പാടെ വിഷമാവുകയാണ്. ബാലേന്ദ്രന് ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു പിടിവെള്ളി അലീന മാത്രമായിരുന്നു. അങ്ങനെ പിന്നീട് അലീന വൈജയെ ഫോൺ വിളിക്കുന്നുണ്ട്. ഫോൺ എടുത്ത ഉടനെ വൈജ ചോദിക്കുന്നുണ്ട് ആരാന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മാഡം, ഇത് ഞാനാ, അലീന. ഓഹോ, നീ എന്തിനാടി ഇപ്പം എന്നെ വിളിച്ചേ? ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് നിനക്കും അങ്ങേർക്കുമൊക്കെ അവിടെ സല്ലപിക്കാൻ നല്ല സൗകര്യമൊക്കെ കാണും. മതി മാഡം, ഇത്രയും കാലം മാഡം പറഞ്ഞതൊക്കെ ഞാൻ നിന്ന് കേട്ടു. ഇന്നേ വരെ ഞാൻ മാഡത്തിനോടൊന്നും എതിർത്ത് പറഞ്ഞിട്ടില്ല. എന്നെയും ബാലേന്ദ്രൻ സാറിനെയും വെച്ച് മേഡം പറയാത്തതായി ഇനി ബാക്കിയൊന്നുമില്ല. മറുത്തൊരക്ഷരം പറയാതെ ഞാൻ അതെല്ലാം കേട്ട് നിന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ മേഡം തിരിച്ചറിയും. അതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ എന്നോട് ഈ പറഞ്ഞതൊക്കെ ഓർത്ത് മേഡം സങ്കടപ്പെടേണ്ടി വരും. ഓ, ഞാൻ സങ്കടപ്പെടാനോ? അതും നിന്നെ ഓർത്ത്? അതൊരിക്കലും ഉണ്ടാവില്ലടി. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അത് നിന്നെയാ. എൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കളെയും നീ തട്ടിയെടുത്തില്ലേടി. നീ അധികകാലം അവിടെ സൂക്ഷിച്ചു വാഴാൻ നീ കരുതണ്ട എന്നിങ്ങനെ വൈജ് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല മേഡം, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. നാളെ രാവിലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് പോകും. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മേഡത്തിനെ വിളിച്ചത്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, അതിന് ഇങ്ങർക്ക് നിന്നെ കാണാതെ ഉറക്കം വരില്ലല്ലോ. ഇല്ല മേഡം, അച്ഛൻ എതിർപ്പൊന്നുമില്ല. ഞാൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പോകുന്നതിന് മുമ്പ് മേഡം എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തരണം. എന്താഗ്രഹം? നിന്റെ എന്താഗ്രഹമാടി ഞാൻ നിനക്ക് സാധിച്ചു തരേണ്ടത്? അത് പിന്നെ ഞാൻ പോകുന്നതിന് മുമ്പ് മേഡം ഇവിടെ എത്തണം. മേഡത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി വേണം എനിക്കിവിടെ നിന്ന് പോകാൻ എന്ന് അലീന പറയുമ്പോൾ വൈജ പറയും,
ഞാൻ നിന്നെ അനുഗ്രഹിക്കാനോ? അത് ഈ ജന്മം നടക്കില്ലടി. പക്ഷേ നീ പോകുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തിയിരിക്കും. നിന്റെ പടിയിറക്കം അതെനിക്ക് നേരിട്ട് കാണണവിടെ എന്നൊക്കെ പറഞ്ഞ് വൈജ ഫോൺ വെക്കുകയാണ്. അപ്പോൾ കമല വൈജയോട് ചോദിക്കുന്നുണ്ട്, അല്ല വൈജെ, നീ ആരോടാ ഈ ഫോണിൽ സംസാരിച്ചേ? അതാ അലീന. അലീനയോ? അവൾ എന്തിനാ വൈജെ നിന്നെ വിളിച്ചേ? നിന്നോട് അങ്ങോട്ട് തിരിച്ചു ചെല്ലാൻ പറയാനായിരിക്കും അല്ലേ വൈജെ? അതേ കമലയെടുത്തി, അതിന് തന്നെയാ അവൾ എന്നെ വിളിച്ചത്. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? പോകാൻ തീരുമാനിച്ചോ? പിന്നല്ലാതെ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു കമലെടുത്തി. അവൾ എൻ്റെ ഡിമാൻഡ് അംഗീകരിച്ചു. നാളെ രാവിലെ തന്നെ അവൾ ആ വീട് വിട്ടിറങ്ങും. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടുകൊണ്ട് മനുവും ശിവശങ്കറും അങ്ങോട്ട് വരും. എന്നിട്ട് മനു വൈജയോട് ചോദിക്കും, എന്താ ആൻറ്റി, എന്താ പറഞ്ഞത്? അലീന അവിടെ നിന്ന് പോകുന്നെന്നോ? അതേടാ മനുവേ, നാളെ രാവിലെ അവൾ അവിടെ നിന്ന് പടിയിറങ്ങും. ആൻറ്റി എന്തൊക്കെയാ പറയുന്നേ? അവൾ അവിടെ നിന്ന് എങ്ങോട്ട് പോകാനാ ആൻറ്റി? അവൾ എവിടെ പോയാലും എനിക്ക് എന്താടാ? എന്തായാലും അവൾ നാളത്തോടു കൂടി ഒഴിഞ്ഞു പോവുമല്ലോ, എനിക്കത് മതി എന്നിങ്ങനെ വൈജു പറയാണ്. അന്നേരം മനുവിൻ്റെ മുഖത്ത് കണ്ട് സങ്കടം കണ്ട് കമല ചോദിക്കുന്നുണ്ട്, എന്താടാ, നിനക്കും അവളുടെ കൂടെ പോകണോ എന്ന് ചോദിക്കുമ്പോൾ അന്നേരം മനു കമലയെ ദേഷ്യത്തോടൊന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോവാണ്. ശിവശങ്കർ അപ്പോൾ പറയുന്നുണ്ട്, എടി വൈജയ്, അവൾ പടിയിറങ്ങുന്നെന്ന് കരുതി നീ ഒരുപാടങ്ങ് സന്തോഷിക്കൊന്നും വേണ്ട. അവളുടെ ഈ പടിയിറക്കം നിന്റെ നാശത്തിനായിരിക്കും എന്നും പറഞ്ഞ് ശിവശങ്കർ അങ്ങ് അകത്തേക്ക് കയറിപ്പോവും. അങ്ങനെ ശിവേട്ടൻ ഗംഗേട്ടനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയും. എത്രയും പെട്ടെന്ന് ഗംഗേട്ടൻ നാട്ടിലേക്ക് തിരിച്ചെത്തണം എന്നൊക്കെ പറയും ശിവശങ്കർ. അതിനുശേഷം മനു നേരെ കടപ്പാട്ടൂർ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് മനു ഭവതിയോട് ചോദിക്കുന്നുണ്ട്, ആ മോളെ, അലീന എന്തിയെ? അപ്പോൾ കൃഷ്ണമോളും ഭവതിയും പറയുന്നുണ്ട്, അലീന ചേച്ചി ദേ ഇവിടെയുണ്ട് മനുവേട്ടാ. രോഹിത്തും അപ്പം അങ്ങോട്ട് വരുന്നുണ്ട്. മനു അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? നിങ്ങൾക്കെങ്കിലും അലീനയെ പറഞ്ഞൊന്ന് തടുക്കാമായിരുന്നില്ലേ? ഇത് കേട്ട് അവർ മൂന്നുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. മനുവേട്ടൻ ഇന്ന് എന്ത് കാര്യത്തെപ്പറ്റിയായി പറയുന്നേ എന്നിങ്ങനെ കൃഷ്ണമോള് ചോദിക്കും. അപ്പോൾ മനു ചോദിക്കും, ആഹോ, അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? അലീന നാളെ രാവിലെ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങും, എന്നേക്കുമായി ഇവിടെ നിന്ന് പോകാൻ പോവാണ്. എന്താ മനുവേട്ട പറഞ്ഞേ? അലീന ചേച്ചി ഇവിടെ നിന്ന് പോവാണെന്നോ എന്നിങ്ങനെ രോഹി ചോദിക്കും. അതേടാ രോഹി, നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം നന്നായിട്ട് പോകാൻ വേണ്ടി വൈജയന്തി നാളെ തിരികെ ഇങ്ങോട്ടേക്ക് വരാനും വേണ്ടി അലീന ഇവിടെ നിന്നും എന്നേക്കുമായി പോവാണ്. അങ്ങനെ മനു അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീന അങ്ങോട്ട് വരും. ആഹാ, മനുവേട്ടനോ? മനുവേട്ടൻ ഇതെപ്പോൾ എത്തി? ഞാൻ എന്താ ഇപ്പം എത്തിയതേ ഉള്ളൂ എന്നിങ്ങനെ മനു പറയുമ്പോൾ രോഹിത്തും ബബിതയും കൃഷ്ണമോളും സങ്കടഭാവത്തോടു കൂടി തന്നെ അലീനെ ഇങ്ങനെ നോക്കുകയാണ്. എന്താ മക്കളെ, എന്തു പറ്റി? നിങ്ങളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ എന്ന് അലീന ചോദിക്കുമ്പോൾ രോഹിത്ത് ചോദിക്കും, അലീന ചേച്ചി ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചോ? അത് പിന്നെ ചേച്ചി ഇനിയൊന്നും മറക്കണ്ട, ഞങ്ങളെല്ലാം മറഞ്ഞു എന്ന് രോഹിത്ത് പറയുമ്പോൾ അലീന പറയും, അത് മക്കളെ, ഞാൻ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. ഞാൻ ഇവിടെ നിന്ന് പോയാലേ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരൂ. ഞാൻ പോയാൽ മാത്രമേ അമ്മ ഇങ്ങോട്ട് തിരികെ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ പോയേ പറ്റൂ. ഇല്ല ചേച്ചിയെ ഞങ്ങൾ ഇവിടെ നിന്ന് എങ്ങോട്ടും വിടില്ല. അമ്മ പോയതൊന്നും ചേച്ചി കാര്യമാക്കണ്ട. അതൊക്കെ ചേച്ചി ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള അമ്മയുടെ അടവാണ്. അമ്മ പോയതുപോലെ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറയാണ് കൃഷ്ണമോള്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല മോളെ, ഞാൻ പോകാതെ വൈജു മേഡം ഇങ്ങോട്ട് തിരികെ വരില്ല. അത് മാത്രമല്ല, ഞാൻ മേഡത്തിന് വാക്ക് കൊടുത്തു, നാളെ രാവിലെ ഇവിടെ നിന്ന് പൊക്കോളാമെന്ന്. നാളെ രാവിലെ ആകുമ്പോൾ വൈജു മേഡം ഇങ്ങോട്ട് വരും. ഇനി നിങ്ങളെ എതിരൊന്നും പറയണ്ട, എനിക്കിവിടെ നിന്ന് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് അലീന അങ്ങ് കിച്ചണിലേക്ക് പോവാണ്. അപ്പോൾ ബബിത ചോദിക്കും, ഇനി നമ്മൾ എന്നാ ചെയ്യും മനുവേട്ടാ? അലീന ചേച്ചി പോകുന്നതിനെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. അച്ഛൻ ഗംഗാധരങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് മനു അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അലീന തൻ്റെ പണികളൊക്കെ തീർത്ത് തൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് ബാഗിൽ പാക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് യാത്ര പറയാനായിട്ട് ചെല്ലുന്നുണ്ട്. അച്ഛാ, ഞാൻ പോവാണ്, അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം എന്നും പറഞ്ഞ് അലീന ബാലേന്ദ്രൻ്റെ കാലിൽ വീഴുമ്പോൾ ബാലേന്ദ്രൻ കാലങ്ങ് മാറ്റും. അതൊക്കെ കാണുമ്പോൾ അലീനയ്ക്ക് ഒരുപാട് സങ്കടമാകുന്നുണ്ടെങ്കിലും ബാലേന്ദ്രൻ അവളുടെ മുഖത്ത് പോലും നോക്കിയില്ല. അലീന അപ്പോൾ ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛൻ എന്നോട് വളരെ ദേഷ്യമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാലും എൻ്റെ മുമ്പിൽ ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് പറഞ്ഞ് അലീന താഴേക്ക് പോകുമ്പോഴത്തേനും ശിവശങ്കറും വൈജയും അങ്ങോട്ടേക്ക് എത്തും.
പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് നിൽക്കുന്ന അലീനയെ കാണുമ്പോൾ വൈജയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അന്നേരം അവിടെ ബബിതയും രോഹിത്തും കൃഷ്ണമോളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ വൈജി ചോദിക്കും, ഒരാളുടെ കുറവുണ്ടല്ലോടി, എവിടെയാണ് നിന്റെ ബാലേന്ദ്രൻ? അപ്പോൾ അലീന പറയും, അച്ഛനകത്തുണ്ട്. ഞാൻ പോകുന്നതിൽ അച്ഛന് ഒട്ടും തന്നെ ഇഷ്ടമില്ല. അത് മേഡം വിചാരിക്കുന്ന പോലെ തെറ്റായൊരു ബന്ധവുമല്ല. അച്ഛൻ എന്നോട് മകളോടുള്ള സ്നേഹമാണ്. മതിയടി, നിർത്ത്. നീ അധികം വാചം അടിക്കാതെ നീ പെട്ടെന്ന് പോകാൻ നോക്ക് എന്ന് പറയുമ്പോൾ ശിവശങ്കർ ചോദിക്കും, മോളെ അലീന, നിനക്ക് ഇവിടെ നിന്ന് പോകാതിരുന്നൂടെ? ഇത് നിൻ്റെയും കൂടെ വീടാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ? പെട്ടെന്ന് വൈജു പറയും, ശിവേട്ടനിപ്പോൾ എൻ്റെ കൂടെ വന്നത് ഓരോന്നും പറഞ്ഞ് ഇവളുടെ മനസ്സ് മാറ്റി എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? ദേ നോക്കലീന, വിവരദോഷികളായ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർ പറയുന്നൊന്നും കേട്ട് നീ നിന്നെ മനസ്സ് മാറ്റണ്ട. നീ ഇവിടുന്ന് പോകാൻ നോക്ക്. അന്നേരം അലീന ബബിതയോടും കൃഷ്ണമോളോടും രോഹിത്തിനോടും ഒക്കെ നിറ കണ്ണുകളോടെ യാത്ര പറയുകയാണ്. അന്നേരം സങ്കടം സഹിക്കവയ്യാതെ അവർ 3 പേരും അലീനെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട്, ചേച്ചി ഇവിടെ നിന്ന് പോകാതിരുന്നൂടെ? ചേച്ചി ഇല്ലാത്ത വീടിനെ പറ്റി ഞങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. പ്ലീസ് ചേച്ചി എന്ന് അവരൊരുപാട് കെഞ്ചി പറയുന്നുണ്ടെങ്കിലും അലീന അതൊന്നും കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുവാണ്. അന്നേരം അങ്ങോട്ട് ഗംഗേട്ടനെത്തും. ഗംഗേട്ടനെ കണ്ടതും വൈജിയുടെ കണ്ണൊക്കെ അങ്ങ് തള്ളും. ഗംഗേട്ടൻ വന്നപാടെ അലീനയോട് ചോദിക്കും, അല്ല അലീന മോളെ, നീ ഇതെങ്ങോട്ടാ? അപ്പോൾ ഒന്നും മിണ്ടാതെ അലീന തല കുനിച്ച് നിൽക്കും. അപ്പോൾ രോഹിത്ത് പറയും, ഞാൻ പറയാം അങ്കിളെ എന്നും പറഞ്ഞ് അതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും രോഹിത്ത് ഗംഗേട്ടനോട് തുറന്നു പറയും. ഇത് കേൾക്കുമ്പോൾ ഗംഗേട്ടൻ വൈജിയോട് ചോദിക്കും, അല്ല എന്താ വൈജി കേൾക്കുന്നേ? നീ എന്തിനാ ഈ വീട് വിട്ടു പോയത്? അപ്പോൾ വൈജി പറയും, ഇവളുള്ള വീട്ടിൽ ഞാൻ നിൽക്കില്ലെന്ന് ഗംഗേട്ടനോട് ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ, അതുകൊണ്ട് എന്ന് ഗംഗേട്ടൻ ചോദിക്കുമ്പോൾ വൈജി പറയും, അത് പിന്നെ ഇവളാദ്യം എൻ്റെ ഭർത്താവിനെ തട്ടിയെടുത്തു, ഇപ്പതേ എൻ്റെ മക്കളെയും. ഇവിടെ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി, എൻ്റെ കൂടെ ആരുമില്ല. അങ്ങനെയുള്ള വീട്ടിൽ ശ്വാസം മുട്ടി കഴിയാനൊന്നും എന്നെ കിട്ടില്ല. എനിക്കാരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി. അങ്ങനെയുള്ള ഈ വീട്ടിൽ ശ്വാസം മുട്ടി കഴിയാനൊന്നും എന്നെ കിട്ടില്ല. ഇവൾ ഒറ്റയൊരുത്തിയാ ഇതിനെല്ലാം കാരണം എന്നിങ്ങനെ വൈജി പറയുമ്പോൾ ഗംഗേട്ടൻ പറയും, നീ ഒന്ന് എൻ്റെ കൂടെ വന്നേ, എനിക്ക് നിന്നോട് 1-2 കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഗംഗാധരൻ വൈജയും കൂട്ടി അലീനയുടെ റൂമിലേക്ക് പോകും. വൈജി ചോദിക്കും, എന്താ ഗംഗേട്ടാ? ഗംഗേട്ടൻ ഇനി എന്താണാവോ പറയാനുള്ളത്? അലീനയെ പോകാൻ അനുവദിക്കരുത് എന്ന് പറയാനാണെങ്കിൽ എനിക്കത് കേൾക്കണ്ട. ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്നും ഒരടി പോലും പിന്നോട്ടില്ല എന്നിങ്ങനെ പറയണം വൈജ. അന്നേരം ഗംഗേട്ടൻ പറയും, നോക്ക് വൈജി, നീ നിൻ്റെ ഈ തീരുമാനം മാറ്റുന്നതാണ് നിനക്ക് നല്ലത്. നിൻ്റെ ഈ തീരുമാനം നീ മാറ്റിയില്ലെങ്കിൽ നിൻ്റെ മക്കളുടെയും എല്ലാവരുടെയും മുന്നിൽ നീ നാണം കെടുകയുള്ളൂ. ഞാൻ പറഞ്ഞേക്കാം, പഴയതൊന്നും നീ മറന്നിട്ടില്ലല്ലോ എന്നിങ്ങനെ ഗംഗേട്ടൻ ചോദിക്കുമ്പോൾ വൈജി പറയുന്നുണ്ട്, അല്ല ഗംഗേട്ടൻ എന്തിനാ ഈ പഴയ കാര്യങ്ങളൊക്കെ ഇവിടെ വലിച്ചിടുന്നത്? അപ്പോൾ ഗംഗേട്ടൻ പറയും, എന്തായാലും കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നിന്നോട് ഇനി ഞാനൊന്നും മറക്കുന്നില്ല. ബാലേന്ദ്രൻ്റെ ഈ മാറ്റത്തിന് പിന്നിൽ എന്താ കാരണമെന്ന് നിനക്കറിയണ്ടേ? ബാലേന്ദ്രൻ നിൻ്റെ പഴയകാല കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നീ ഒരുത്തൻ്റെ കൂടെ അഴിഞ്ഞാടി നടന്നതും നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചതും അങ്ങനെ എല്ലാ കാര്യവും ബാലേന്ദ്രൻ അറിഞ്ഞു. ഇത് കേൾക്കുമ്പോൾ വൈജി ഒരു ഞെട്ടലോടുകൂടി നിൽക്കുകയാണ്. എന്താ ഗംഗേട്ടൻ നീ പറയുന്നേ? അതേടി, ഞാൻ പറഞ്ഞത് സത്യമാണ്. അവന് അലീനെ വെച്ചാണ് നിന്നോടിപ്പോൾ പക വീട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്ന അനുസരിച്ച് അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ അത് നിനക്ക് കൊള്ളാം. അലീനെ ഇവിടുന്ന് പുറത്താക്കുന്നത് അത് നിന്റെ നാശത്തിനാണ്. ബാലേന്ദ്രൻ്റെ ഇനിയുള്ള തീരുമാനം എന്താണെന്ന് നിനക്കറിയണ്ടേ? അലീന ഇവിടുന്ന് പടിയിറങ്ങുന്നതോടുകൂടി നിന്റെ പഴയകാല കഥകളൊക്കെ നിന്റെ മക്കളുടെയും മറ്റുള്ളവരെയൊക്കെ ആയിരിക്കെ പറയുമെന്നാണ് ബാലേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നീ തീരുമാനിക്കുക, അലീന ഇവിടുന്ന് പോകണോ വേണ്ടയോ എന്ന്. അപ്പോൾ വൈജി ചോദിക്കും, ഗംഗേട്ട, ബാലേന്ദ്രൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെന്താണ് അയാൾ എന്നോടൊന്നും ചോദിക്കാത്തത്? അയാൾ എന്തിനാണ് അലീനയെ മുൻനിർത്തി എന്നോട് പകരം ചോദിക്കുന്നേ? അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, എന്തായാലും വൈജി, നിന്റെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്കിപ്പം നിന്നോട് പറയാൻ പറ്റില്ല. നീ എന്തെങ്കിലും ഒരിക്കൽ അറിയും ബാലേന്ദ്രൻ എന്തിനാണ് അലീനയെ മുൻനിർത്തി നിന്നോട് പ്രതികാരം ചെയ്യുന്നതെന്ന്. നീ ഇപ്പോൾ നിന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒന്ന് പറയാൻ നോക്ക്. അലീനെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നശിക്കാൻ പോകുന്നത് നിന്റെ ജീവിതം തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഗംഗേട്ടൻ തിരികെ ഹോളിലേക്ക് വരും. പുറകെ തന്നെ വൈജയും വരുന്നുണ്ട്. അന്നേരം അലീന വൈജയോട് പറയും, മേഡം, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. എന്നേക്കുമായി ഞാനെന്ന ശല്യം മേഡത്തിൻ്റെ ജീവിതത്തിൽ നിന്നും പോവുകയാണ്. മേഡവും സാറും സന്തോഷമായിട്ട് ജീവിക്കണം എന്നും പറഞ്ഞ് അലീന പോകാൻ തൻ്റെ ബാഗുമൊക്കെ എടുത്തിറങ്ങുമ്പോൾ വൈജ പറയുന്നുണ്ട്, നിൽക്ക്, നീ ഇവിടുന്ന് തൽക്കാലം എങ്ങോട്ടും പോകുന്നില്ല.
ഇത് കേൾക്കുമ്പോൾ കൃഷ്ണമോൾക്കും ബബിതയ്ക്കും രോഹിത്തിനുമൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. മേഡം, അതെങ്ങനെ ശരിയാകും? എന്നാൽ ലീന ചോദിക്കുമ്പോൾ വായിച്ച് പറയും, നോക്ക്, നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഇന്ന് പോകുന്നില്ല എന്ന് കരുതി ജീവിതകാലം മൊത്തം ഇവിടെ സൂചിച്ച് ജീവിക്കാമെന്ന് നീ കരുതുകയും വേണ്ട എന്നും പറഞ്ഞ് വായിച്ച് അവളുടെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. ഇതോടുകൂടി അവിടെ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്.